സിനിമാ മേഖല ഉപേക്ഷിച്ച് കത്തോലിക്ക സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് 33-ാം വയസ്സിൽ മരണമടഞ്ഞ സിസ്റ്റർ ക്ലയർ ക്രോക്കറ്റിന്റെ നാമകരണ നടപടികൾ മുന്നോട്ട്. 8 വർഷം മുൻപ് തെക്കേ അമേരിക്കയിൽ വൻ നാശം വിതച്ച ഭൂകമ്പത്തിലാണ് സിസ്റ്റർ ക്ലയർ നിത്യസമ്മാനത്തിലേക്ക് വിളിക്കപ്പെട്ടത്. സിസ്റ്റർ ക്ലയറിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള രൂപതാതല നടപടികൾക്ക് ഞായറാഴ്ച മാഡ്രിഡിലെ അൽക്കാല ഡി ഹെനാറസ് കത്തീഡ്രലിലാണ് തുടക്കമായിരിക്കുന്നത്. വിശുദ്ധ പദവിയിലേക്കുള്ള ആദ്യ കടമ്പയാണിത്. 1982 നവംബർ 14 വടക്കൻ അയർലൻഡിലെ ഡെറിയിലാണ് ക്ലെയർ ക്രോക്കറ്റ് ജനിച്ചത്. ചെറുപ്പത്തിൽ അഭിനയിക്കുവാനും സുഹൃത്തുക്കളോടൊപ്പം കഴിയുവാനും അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. സെക്കൻഡറി സ്കൂളിൽ അവൾ സാഹിത്യത്തിലും നാടകത്തിലും കൂടുതൽ താൽപര്യം പ്രകടിപ്പിച്ചു. 14-ാം വയസ്സിൽ അവൾ ഒരു അഭിനയ ഏജൻസിയിൽ ചേർന്നു. 15-ാം വയസ്സിൽ ജോലിയിൽ പ്രവേശിച്ചു. ചാനൽ 4ന്റെ TV അവതാരികയായും നടിയായും എഴുത്തുകാരിയായും സംവിധായകയായും അവൾ ജോലി ചെയ്തു. വളരെ ചെറുപ്പം മുതലേ ഒരു അഭിനേത്രിയാകുവാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. 2002 പുറത്തിറങ്ങിയ സൺഡേ എന്ന സിനിമയിലാണ് ആദ്യം അഭിനയിച്ചത്. 2000 വിശുദ്ധ വാരത്തിലാണ് സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവം നടന്നത്. സെർവന്റ് സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോം ഓഫ് ദ മദർ സന്യാസ സമൂഹം സ്പെയിനിലേക്ക് സംഘടിപ്പിച്ച ഒരു സൗജന്യ യാത്രയിൽ പങ്കെടുത്തത് വഴിത്തിരിവായി മാറുകയായിരുന്നു. 10 ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ഇടയായി. ധ്യാനത്തിനിടെയുള്ള ദുഃഖവെള്ളിയാഴ്ച വിശ്വാസികൾ കുരിശിൽ യേശുവിന്റെ പാദങ്ങൾ ചുംബിക്കുന്നത് കണ്ടത് അവളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാഴ്ചയായിരുന്നു. ഊഴം വന്നപ്പോൾ ക്രോക്കറ്റും കുരിശുരൂപം ചുംബിച്ചു. ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ആ ചുംബനമാണ് അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചതെന്നാണ് ക്രോക്കറ്റ് തന്നെ പറയുന്നത്. ആ സമയത്ത് എനിക്ക് വേണ്ടി കർത്താവ് കുരിശിലാണെന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്ന് മനസ്സിൽ അനുഭവപ്പെട്ടതായി ക്ലെയർ വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടൽ അവളുടെ ജീവിതം മുഴുവൻ പടരുകയായിരുന്നു. അനുഭവിച്ചറിഞ്ഞ ഈശോയെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കുവാൻ അവൾ തീരുമാനമെടുത്തു. 2001 18-ാം വയസ്സിൽ സെർവന്റ് സിസ്റ്റേഴ്സ് ഓഫ് ദി ഹോം ഓഫ് ദി മദർ സന്യാസ സമൂഹത്തിൽ അവൾ പ്രവേശിച്ചു. 2006 തന്റെ പ്രഥമ വ്രതവാഗ്ദാനവും 2010 തന്റെ നിത്യവ്രത വാഗ്ദാനവും അവൾ എടുത്തു. സ്വജീവിതം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച നാളുകളിൽ സ്പെയിൻ, ഫ്ലോറിഡ, ഇക്വഡോർ എന്നിവിടങ്ങളിലെ വിവിധ കമ്മ്യൂണിറ്റികളിൽ സിസ്റ്റർ സേവനമനുഷ്ഠിച്ചു. അനുഭവിച്ച ഈശോയെ അനേകർക്ക് പകർന്നു നൽകി. അനേകരെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നയിച്ചു. 2016 ഏപ്രിൽ 16 ഇക്വഡോറിലെ ഭൂകമ്പത്തിൽ അവൾ താമസിച്ചിരുന്ന ഭവനം തകർന്നു. മണിക്കൂറുകൾക്ക് ശേഷം സിസ്റ്ററെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിർജീവമായി കണ്ടെത്തി. സിസ്റ്ററുടെ മരണശേഷം ക്രോക്കറ്റിന്റെ ജീവിതകഥ ഏറെ ശ്രദ്ധ നേടി. സ്ത്രീത്വത്തിന്റെ പ്രചോദനാത്മക ഉദാഹരണം എന്ന വിശേഷണത്തിന് സിസ്റ്റർ അർഹയായി. ഓൾ ഓർ നത്തിങ് എന്ന സിനിമ സിസ്റ്റർ ക്രോക്കറ്റിന്റെ ജീവിതത്തെ കേന്ദ്രമാക്കിയായിരുന്നു.